ഹലോ എവരി വൺ, വെൽക്കം ടു ഡേ 4 ഓഫ് അവർ റോഡ് ട്രിപ്പ്. ഞങ്ങൾ ഇന്നൊരു 5:30 സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. എണീറ്റപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു 6 മണിയായി. അതിരാവിലെ എണീറ്റിട്ട് ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാനായിട്ട്. വിജലംബിച്ച റോഡുകളും ആ ഗോൾഡൻ അവർ കഴിഞ്ഞിട്ടുള്ള സ്കൈയും ഒട്ടും തിരക്കില്ലാത്ത അറ്റ്മോസ്ഫിയറും നല്ല രസമാണ്. നമ്മളങ്ങ് ദൂരെ കാണുന്നത് മൗണ്ട് കുക്കാണ് കേട്ടോ. നാളെ മൗണ്ട് കുക്കിൽ പോകും, പക്ഷെ ഇപ്പോഴേ അത് കണ്ടു തുടങ്ങി. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ വിശപ്പില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള കിട്ടായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഒരു സൺറൈസ് കാണാൻ വന്നേക്കുന്നതാണ്. ലേക്ക് ടിക്കാപ്പോൻ്റെ അടുത്ത് ചർച്ച് ഓഫ് ഗോഡ്ഷിപ്പാടിലാണ് വന്നേക്കുന്നത്. എവിടെ നിന്ന് നോക്കിയാലും പിക്ചർ പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കിട്ടുക. എങ്ങനെ വേണമെന്നേ ഉള്ളൂ ഡൗട്ട്. എന്ത് ഭംഗിയാ കാണാൻ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. ആ ഒരു തണുപ്പും എല്ലാം കൂടെ ആകുമ്പോഴേ എനിക്കൊന്ന് 3 എങ്ങാണ്ടാന്ന് തോന്നുന്നു ടെമ്പറേച്ചർ. ആ ഒരു തണുപ്പും ആ ഒരു സൺറൈസും ആ ഒരു എല്ലാം ഭയങ്കര അടിപൊളി. ഒന്നാമത് ഈ സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഭയങ്കര ക്വയറ്റാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ആകുമ്പോൾ ആൾക്കാർ വരുമല്ലോ. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, എന്ത് വേണമെങ്കിലും കാണാനോ എൻജോയ് ചെയ്യാനോ നമ്മൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുന്ന പോലെയാണ്. Doesn't even matter. I tried so hard and got so far, but in the end, it doesn't even matter. I had to fall to lose it all, but in the end, it doesn't even matter. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കഫേയിൽ കയറിയിട്ടാണ്. ഫെയർലി കേക്ക് ഹൗസ് എന്ന് പറയുന്നതാണ്. ഫെയർലിയിൽ നമ്മൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പയ്യാണ് ഫേമസ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച വെജിറ്റേറിയൻ പയ്യാണ്. ഇതുണ്ടോ തിരിച്ചറിയാൻ വേണ്ടി വി എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ വേറെ പൈസ ഇപ്പം സ്റ്റീക്ക് പൈ ആണെങ്കിൽ അത് എസ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പൈക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പോപ്പുലറാണ്. കഴിച്ചോക്കട്ടെ എന്ന് പറയാം. ആപ്പിൾ സ്ലൈസ് ഞാൻ കഴിച്ചു, അടിപൊളിയായിരുന്നു. അടപ്രഭാവം കിട്ടുമോ? കഴിക്കാനൊരു കൊതിയായിട്ടാ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. ഇപ്പം നമ്മൾ ഈ കാണുന്ന ലേക്ക് ടിക്കാപ്പോ ആണ്. കണ്ടോ, രാവിലെ കണ്ട കളറല്ല ഇപ്പം കാണുന്നത്. വെയിലടിച്ചപ്പോൾ കളറ് മാറി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൗണ്ട് ജോൺ ഒബ്സർവേറ്ററിയിലാണ്. ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ടോൾ റോഡുണ്ട്. അപ്പോൾ നമ്മൾ ടോൾ പേ ചെയ്യണം. $8 തിരിച്ച് നമ്മൾ 5 മണിക്ക് മുന്നേ ഇറങ്ങുകയും വേണം, ഇല്ലപ്പോഴത്തേക്കും ഗേറ്റ് അടയ്ക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മൗണ്ട് കുക്ക് കാണാം, അങ്ങനത്തെ പർവ്വതങ്ങൾ കാണാം, ഏതോ ഒരു ലേക്ക് കാണാം, പിന്നെ ലേക്ക് ടിക്കാപ്പോ കാണാം. ആ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നതാണ് കേട്ടോ ലേക്ക് ടിക്കാപ്പോ. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് ആ ലേക്ക് ടിക്കാപ്പോ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള സ്റ്റാർ ഗേസിംഗ് റിസർച്ച് സെൻ്ററാണ്. ആ കാണുന്ന ഗ്ലോബ്സിനുള്ളിലൊക്കെ ടെലിസ്കോപ്സ് ആണ്. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. 2 o'clock ക്ലോസ്ഡ് ആവും, നമുക്ക് ആക്സസ് ഇല്ല. ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്, അതും 2 o'clock ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇവിടെ ലീസ്റ്റ് ലൈറ്റ് ഡിസ്റ്റർബൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ രാത്രിയിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് സ്പേസ് ഒക്കെ നമുക്ക് സ്റ്റാർ ഗേസിംഗ് ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈവനിങ്ങിലേക്ക് ഒരു സ്റ്റാർ ഗേസിംഗ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ കുഞ്ചുവിൻ്റെ ഒരു ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാർ ഗേസിംഗ്. അതിവിടെ അല്ല കേട്ടോ, ലേക്ക് ടിക്കാപ്പോയുടെ അടുത്താണ് അത് വെച്ചേക്കുന്നത്. നമ്മൾ ആ കാണുന്നതാണ് ലേക്ക് ടിക്കാപ്പോ. ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നതാണ് ലേക്ക് ടിക്കാപ്പോ.
രാവിലെ നമ്മൾ കണ്ടപ്പോൾ ഈ കളറല്ല. ഇപ്പോൾ എന്താ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണ് വന്നപ്പോഴത്തേക്കും അതിനുള്ളിൽ ഒരു ഇലമെൻ്റ് ഉണ്ട്, റിവർ ബെഡിൽ ഒരു എലമെൻ്റ് ഉണ്ട്. അതിൽ സണ്ണ് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറാകെ മാറുവാണ്. ഏത് ഇലമെൻറ്റിൻ്റെ പ്രസൻസ് ആണോ അതിനനുസരിച്ചായിരിക്കും കളറ്. അങ്ങനെയാണ്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എന്നുവെച്ചാൽ ഭയങ്കര ഭംഗിയുണ്ട്, ഭയങ്കര വലുതാണ്. നമ്മൾ ഇവിടെ നോക്കുമ്പോഴാണ് ആ ഇത് അറിയുന്നത്. ആ ബ്രിഡ്ജ് കണ്ടോ, ആ ബ്രിഡ്ജിൻ്റെ അടുത്താണ് നമ്മൾ രാവിലെ കണ്ട ചർച്ച് ഓഫ് ഗുഡ് ഷെപ്പേർഡ് ഉള്ളത്. ആ കാണുന്ന ടൗണാണ് ലേക്ക് ടിക്കപ്പോ ടൗണാണ് ആ കാണുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ ഈ സമയത്ത്. നമുക്കിവിടെ വന്നിട്ട് മൊത്തത്തിലൊരു അത്യാവശ്യം നല്ലൊരു ടോപ്പിലൊരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് താഴെയുള്ളതും അവിടെ ചുറ്റുവട്ടമുള്ളതും നല്ല നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നട്ടപ്രവയിലത്തെ നട്ടപ്രാന്തെന്ന് പറയുന്ന പോലെ അതേ ഒരുത്തന് ഒരു ഇറങ്ങി വന്നിട്ട് മതിയായില്ല. അവനെ ഇറങ്ങുക കയറുക, അവനെ ഇറങ്ങുക തന്നെയായിരുന്നു പരിപാടി. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കാൻ. അപ്പം ആ എമ്മിയോടുകൂടി ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നല്ല ടയറിങ് ആയിട്ടുണ്ട്. നാളെ നെക്സ്റ്റ് അഡ്വഞ്ചറുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.